അടുത്തത് നമ്മുടെ 4ാമത്തെ പുട്ടിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് പുട്ടാണ്. അതിന് നമ്മൾ ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളത് ഞണ്ടാണ്. ഞണ്ട്, അതുപോലെ ആട്ടപ്പൊടി, തേങ്ങ. ഗോതമ്പ് പുട്ടിൻ്റെ കോംബോയിൽ നമ്മൾ മീൻകറിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ വറ്റമീനാണ്. അപ്പോൾ വറ്റമീനിട്ട് തേങ്ങാക്കറിയും കൂടിയാണ് നമ്മൾ വെക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. മിക്സ് ചെയ്യുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ പച്ചവെള്ളത്തിലാണ് കുതിർക്കുന്നത്. തിളപ്പിച്ച വെള്ളം നല്ലതാണ്. അപ്പോൾ ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്ത് അത് വേവിച്ചെടുത്തതാണ്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത ഞണ്ടാണ്. അപ്പോൾ അതിൻ്റെ മാംസം നമുക്ക് വേവിച്ചതിന് ശേഷം മാംസം കാണുന്നില്ലേ, അപ്പം അതെന്തെങ്കിലും സ്പൂണോ അതുപോലെ തന്നെ കത്തിയോ വെച്ച് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഞണ്ടിൻ്റെ മാംസമെല്ലാം എടുത്തതിന് ശേഷം വേസ്റ്റായിട്ട് വന്ന ഞണ്ടാണിത്. അതുപോലെ തന്നെ മാംസം നമുക്ക് ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ പുട്ടുകുറ്റിയിൽ ഇതുപോലെ തേങ്ങ ഫസ്റ്റ് തിരികെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഞണ്ടിൻ്റെ മാംസം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഗോതമ്പ് പൊടി നമ്മൾ പുട്ടിന് വേണ്ടി കുതിർത്തത് ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും കുറച്ച് ഞണ്ടിൻ്റെ മാംസം ഇട്ട് കൊടുക്കുക. പിന്നെ മിക്സ് ചെയ്ത് ഗോതമ്പ് മാവ് അതുപോലെ ഞണ്ടിൻ്റെ മാംസം അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് മാംസവും ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ഞണ്ടിൻ്റെ മാംസം മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചിരികിയതും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുക. അടിച്ച് വെച്ച് കുക്ക് ചെയ്യാം. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്കതിനെ എടുക്കാം. തേങ്ങ കറിക്ക് ആവശ്യമായിട്ടുള്ളത്, അപ്പോൾ വറ്റമീൻ കറിക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ മിക്സിയിൽ അത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചട്ടിനകത്ത് അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് പുളിവെള്ളം നമ്മൾ ബ്ലെൻഡ് ചെയ്ത, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടച്ച് വയ്ക്കും. കറി നന്നായിട്ട് ഇതുപോലെ തിളക്കുന്ന